ഫസ്റ്റ് നിക്കണോക്കെ കൊള്ളാലോ നീറ്റിയല്ലല്ലോ പറ ഞാൻ ഇതിൻ്റെ നല്ല മഴ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഞാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾ വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ്. ഇവളുടെ സ്ഥിരം ഡയലോഗാണ് ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്നത്. ഇതൊരു മോചനം എനിക്കില്ലയോ ആവോ. ഒന്നിച്ചാവുമ്പോഴല്ലേ ഒന്നിച്ചിരിക്കുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒറ്റയും തെറ്റല്ലേ. നമ്മളാണെങ്കിൽ ഒറ്റയും തെറ്റായിട്ട് വീഡിയോ ഇടുന്ന ആർക്കും ഇഷ്ടമല്ല. വീഴല്ലേ കോട്ട് വാങ്ങി മറ്റേ നല്ല ക്വാളിറ്റിയുള്ള കോട്ടൊക്കെ തീറ്റയായിട്ടും, അതായത് തുരുമ്പ അല്ലെങ്കിൽ ഉറുമ്പ എന്തെങ്കിലും. ഇതാകുമ്പോ 100 രൂപയുടെ നമുക്ക് കാലങ്ങളോളം നിൽക്കും. ഞാനിപ്പോ വാങ്ങിയിട്ട് ബ്ലൂ കളർ വാങ്ങിയിട്ടാണ് 4 വർഷം. അതിന് ഇപ്പോഴൊന്നും പറ്റിയില്ല, ഞാൻ വലിച്ചു കയറിയതാട്ടെ ഇത്രയും പാടുണ്ട്. ഇതില് കായ ഉണ്ടായ എന്നിട്ട് മൽബറിയില് അത് കഴിഞ്ഞില്ലേ തിന്നാ എന്തേ ചോദിച്ചോ. ഞാൻ ഇപ്പൊ ഇത് കണ്ടപ്പോ ഞാൻ ആലോചിച്ചോ, നമ്മളെ വീട്ടിലത്തെ വിത്ത് കൊണ്ടെന്ന് ഭാവി അപ്പൊ ഇഷ്ടം പോലെ ഉണ്ടായി. ആരുമല്ല. അപ്പൊ ഞാൻ പുറത്ത് പോകാന്ന് വിചാരിച്ചു. ഇപ്പൊ പുറത്തോണ്ട നമുക്കൊരു നൂഡിൽസ് ഉണ്ടാക്കാം. നൂഡിൽസ് ഉണ്ടാകാം. നമുക്കിത് കൊറിയൻ നൂഡിൽസ് നമുക്ക് ഉണ്ടാക്കാറില്ല, പക്ഷെ നമുക്ക് യിപ്പി നൂഡിൽസ് കൊണ്ട് കൊറിയൻ നൂഡിൽസ് ഉണ്ടാക്കാം. അതെങ്ങനെ? മറ്റേ ഇതുണ്ടാ ഉണക്കമുളക് ഉണ്ടാ സെറ്റ് ഇന്ന് നമുക്ക് യിപ്പി സോയാ സോസ് ഉണ്ട്. സോയാ സോസ് ഒന്നും വേണ്ട, ഇത് നമ്മുടെ സ്പെഷ്യലാണ്, നാടൻ കൊറിയൻ. വേണ്ട, നാടൻ കൊറിയൻ. ഇപ്പൊ ഞാൻ പോകണ്ടെന്നാണ് നീ പറയുന്നത്. പറഞ്ഞു മാറ്റണോ? നൂഡിൽസ് ഒക്കെ തിന്നണ്ടെന്തേലും. ഞാനിന്ന് എക്സാമിന് പോയിക്കണ ഞാൻ നോക്കിയപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ അതില് ഫുള്ള് തമിഴ്. 46 ക്വസ്റ്റ്യൻ തമിഴ്. എനിക്ക് തമിഴ് വായിക്കാൻ അറിഞ്ഞൂടാ, ഞാൻ പൊട്ടി. അതില് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് തമിഴും മലയാളം മിക്സ് ആണ്, പക്ഷെ ഇത്രയും തമിഴ് പ്രതീക്ഷിച്ചില്ല. അപ്പൊ വെറുതെ കൊള്ളല്ലോ, മണമൊക്കെ ചോറാണോ? പോകുമ്പോ തിന്നിട്ട് പോവാ. കപ്പ ഉണ്ടെന്നല്ലേ പറഞ്ഞ പുഴുങ്ങ. കപ്പ പുഴുങ്ങ. അപ്പൊ കപ്പയും മീനെ ഇതെന്താ സാമ്പാർ എനിക്ക് കളയാൻ തോന്നൂല, എന്റെ ഫേവറേറ്റ് അല്ലേ. അതുകൊണ്ട് ഞാൻ മീൻകറി ഉണ്ടാക്കിയിട്ട് അത് തിന്നില്ല, ഞാൻ സാമ്പാർ കൂട്ടിയ ചോറുന്ന്. ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഇടക്ക് വന്നിങ്ങനെ തുറന്നു നോക്കുമ്പോഴൊരു സമാധാനം. ഒന്നുമില്ല. ഫസ്നാണ് സ്വപ്നം കണ്ട്. ഫസ്നാണ് മുഖത്തുള്ള കുരുക്കള്. ഇതില് ഈ കുരുക്കള് വെച്ചാണ് ഞാൻ ഫസ്നാണ് ഇച്ചിരി പ്രായം കൂടുതലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കണത്. ഇനി അതോടെ പോയാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ഞാൻ ഒരു സ്വപ്നം. വലിയ കുരുക്കൾ നന്നായി. ഇനി എപ്പോഴും ഒരു ആശ്വാസം. ഞാനപ്പ സ്വപ്നം കണ്ടു കഴിഞ്ഞിട്ട് ഫസ്നാനെ കാണുമ്പോ എങ്ങനെയാന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കും. ഇപ്പൊ ഇവിടെ വന്നിരുമ്പോ എനിക്കൊരു ആശ്വാസം. സന്തോഷം. എന്റെ മുഖത്ത് കുരുക്കളുണ്ടപ്പ. ഇങ്ങനെ ഉണ്ടോ മനുഷ്യന്മാര്? നിന്റെ ഫോണാണോ ബെല്ലടിക്കുന്നത്? എന്റെ ഫോണിൽ നിന്റെ ചായ ആക്കട്ടെ. നീ ചോറുന്നോ? ഈ ഫസ്റ്റിനെ ബജ്ജി വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. നമ്മളതാണ് അറിഞ്ഞേക്കുന്നത്. ഫസ്നാടെ കുമ്മട്ടിയൊക്കെ ആയാ? സ്റ്റാൻഡ് പോയി. അത് കറക്റ്റ് അനങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോ അത് ബാക്കിലേക്ക് പോകും.
അതങ്ങനത്തെ പണിയുണ്ട് ഇടയ്ക്ക്. കുമ്മട്ടിയൊക്കെ മുറിച്ച് തിന്നോ? എൻ്റെ അടി ഞങ്ങൾക്ക് വണ്ടിയൊന്നും പറ്റി ഇവിടെ. മുളക് ഇതെല്ലാം കാശ് താത്ത പോകുന്ന പോക്കൊക്കെ ഉണ്ട്. എങ്കറാ 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 എങ്കറിന് വഴി തുറന്നിട്ടില്ലല്ലേ? തുറക്കൂലടി. അതിസാഹസികമായി 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 എന്താണ് ഇങ്ങനെ നോക്കണ? അങ്ങനെ ഗ്രൂനൊരു മൈൻഡില്ലല്ലേ? ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ. ചാള പറഞ്ഞു ഗ്രൂനിന്ന് ചാള ഇറങ്ങ അയിലേണ 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 നിനക്ക് മാറണല്ല. തൻ്റെ കട ഉണ്ട്. ഇത്താനെ നീ പരിചയപ്പെടുത്തി തന്നില്ലല്ലോ. ചായ വെച്ച് ഇത്ത ഇടക്കിടക്ക് നോക്കി ചിരിക്കുന്നുണ്ടായി. പിന്നെ ഞാനും നീയും തമ്മിൽ യാതൊരു ബന്ധം മുഖച്ചായാലും യാതൊരു ബന്ധമില്ലാത്തവരുടെ കാര്യമൊന്നും വിചാരിക്കത്തില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇത്ത നോക്കിച്ചിരിക്കുന്നു, ഞാനും നോക്കിച്ചിരിക്കുന്നു. എന്താ ചോദിക്കണ്ടേ എന്നുള്ളത്. ഓ ഫസ്റ്റിന് ഇവിടുത്തെ ചെടി മാറ്റി ഇവിടുത്തെ പുതിയ പുല്ല് മുളപ്പിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം. ഇത് പൂപ്പലടി പൂപ്പലി. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാ? ഇതെന്താ സംഭവം എന്നറിയോ? നീ ഈ സംഭവം എടുത്ത് ഞാൻ ഇവിടെ കയ്യിൽ അച്ചടിക്കട്ടെ. ഞാൻ പൊട്ടിക്കും പൊട്ടടാ. സാരില്ല, ഇപ്പൊ പൊടിച്ച് കാണിച്ചുതരാം. ഇത് പണ്ടത്തെ കയ്യഞ്ച് പണ്ടത്തെ ചെടിയാണ് ഗൈസ്. പണ്ടത്തെ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ കണ്ട അച്ചടിച്ച് തന്നെ കാണാൻ പറ്റില്ല. കുഞ്ഞിതായിരുന്നു. ഇപ്പുറത്തെ കയ്യഞ്ച് നിന്റെ വെളുക്കാത്ത കയ്യഞ്ച് എന്നാലും വന്നില്ല. എന്റെ മുടി വെട്ടിത്തരോടി. ഇച്ചിരി കൂടിയും വെട്ട. ഇല്ലടി ഇത് നാലൊരു സുഖം. ഇനി വെട്ടിക്കഴിഞ്ഞ ഉമ്മച്ചി എന്നെയാണ് ബസ് തട്ടോളൂ. നാലൊരു തുമ്പ് വെട്ടി തടി. വളരട്ടെ. അല്ലെങ്കിൽ ഞാൻ എവിടെ കൊണ്ടുപോയി മുടി വെച്ചാൽ അവള് വെട്ടട്ടെ 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 എന്ന് പറയും. എന്നിട്ടിപ്പൊ വെട്ടി മുഴുവൻ തീർത്തതിനുമ്പോൾ പറയണ എനിക്ക് വെട്ടാൻ മൂടില്ലെന്ന്. ചായ ഇല്ലല്ലോ. ചായ ഒന്ന് തിളക്കോ? ചായ തിളക്കുന്നില്ല. ഉണക്കമുളക് ചതച്ചത് ഇട്ടാണെങ്കിൽ നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം. ഇച്ചിരി ഉണ്ടാ നമുക്കെന്നാ നൂഡിൽസ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് വേണ്ട. മാർക്ക് കൊടുക്കാൻ പറ്റില്ല. 5000 രൂപ ആയിരിക്കും നമുക്ക് കഴിക്കാൻ. സെപ്പറേറ്റ് മാറ്റാം. ഇത് ആരും ട്രൈ ചെയ്തിട്ടില്ലടി, ഞാൻ മാത്രം ട്രൈ ചെയ്തേക്കണം. ഇതെന്റെ സ്വന്തം റെസിപ്പിയാണ്. നീ ടേസ്റ്റ് ചെയ്തിട്ട് നല്ലതല്ലെങ്കിൽ വേണ്ട, കൊള്ളൂലായിരിക്കും. എനിക്ക് അത്ര ഇഷ്ടമാണോ കൊള്ളൂല്ലോ. നല്ലതില്ലെങ്കിൽ
നമുക്ക് പറയാം അഭിപ്രായം. നല്ലതല്ലെങ്കിൽ ഞാൻ പറയും നല്ലതല്ല എന്ന് പറയും, നല്ലതാണെങ്കിൽ ഞാൻ പറയും നല്ലതാണെന്ന് പറയും. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഞാൻ നല്ലതാണെന്നേ പറയുള്ളൂ. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. ഞാൻ അങ്ങനെ പോയി. എനിക്കാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയത് ഒന്നും എനിക്ക് വേണ്ട. പക്ഷെ ഞാൻ ഉണ്ടാക്കിയതൊക്കെ ഞാൻ പറയും ഭയങ്കര ടേസ്റ്റ് ആണ്, പക്ഷെ വേറെ എന്തൊന്നും വലിയ ടേസ്റ്റ് ഇല്ല. അതിലെ കട്ട്ലേറ്റ് എനിക്ക്, കട്ട്ലേറ്റ് എനിക്ക് 3 എനിക്ക്. നിനക്ക് കട്ട്ലേറ്റ് വേണ്ടെന്നല്ലേ പറഞ്ഞു ഞാൻ അവിടെ ചേർന്നപ്പോ? നിനക്ക് വേണമെന്ന് പറഞ്ഞപ്പോ പിന്നെ എനിക്ക് ബോധ്യാവൂല കട്ട്ലേറ്റ്. ഞാൻ പറഞ്ഞു എനിക്ക് കട്ട്ലേറ്റ് വേണോ, അപ്പൊ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന്. കട്ട്ലേറ്റ് ആയി. നീ പറഞ്ഞത് പ്രത്യേകം പറഞ്ഞത് പഴംപൊരി വേണ ഒരെണ്ണം, അത് വേണ്ട. മുളക് വെച്ച് ഞാൻ ഇത് പറഞ്ഞു, ഇത് മുളക് ബജി 4 ചമ്മന്തി. നിറച്ചായില്ല പ്ലേറ്റ്. ഇത് നമുക്ക് ഒരു സൈഡിൽ നിന്ന് തിന്നു തുടങ്ങിയിട്ട് ഇത് തിന്നാ. എന്നിട്ട് കാണാൻ ഭംഗിയുണ്ട്. ചമ്മന്തിയും കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റാ. ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാ. ചായ അങ്ങനെ ഇതാക്കാണ്ടേ കൈ വെച്ച് കൂട്ടാൻ. ഞാൻ എളുപ്പത്തിനാണ് ആ പണി മരുന്ന് കൊടുത്തേ, അപ്പൊ പറ്റൂല. ഫസ്റ്റിനാടെ ചായയുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങള്. നല്ല അടിയാണ്. വീഡിയോ എടുക്കുന്നതിന്റെ പേരിൽ വലിയ അടിയടിക്കല്ലാന്ന്. അതിന് ചായപ്പൊടി ഇല്ലടി. നീ എന്താ ചിരിച്ചേ? എന്തേ ചായപ്പൊടി ഇല്ലാണ്ട്? നീ എന്താ ചിരിച്ചേ? ചിരിച്ചതേ ഞാനിത് മുകളിലോട്ട് ഇതാക്കാന്ന് വിചാരിച്ച. പക്ഷേ ചായ പെട്ടെന്നാണ് ഓർമ്മ വന്നത് ക്ലാസ്സിലേക്ക് ഒഴിക്കണേന്ന്. അല്ലാതെ ചായ പുറത്തോട്ട് ചായ എത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഫസ്റ്റ് ഇച്ചിരി ചമ്മന്തി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇതെടുക്കാം. കട്ട്ലേറ്റ്, എൻ്റെ പൊന്നോ രക്ഷയില്ലാത്ത കട്ട്ലേറ്റാണ്. അതാണ് ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നെടുത്തത്. ലാസ്റ്റ് തിന്ന ഈ ഫസ്റ്റ് തിന്ന, ഞാൻ ലാസ്റ്റ് തിന്നോളാം. അതെന്തിനാണ് അങ്ങനെ? ഞാൻ വിചാരിച്ചേ അവൾ പകുതി കടിച്ചത് തുടച്ചുണ്ട് മുഴുവൻ എടുത്ത് മാറ്റി വെക്കാൻ പോയതാണ്. ആ ഫസ്റ്റ് പഴംപൊരി. ഞാൻ ഫസ്റ്റ് തന്നെ ഇരിക്കും. ഇതെല്ലാം മിസ്സായി പോകാൻ ചാൻസ് ഉണ്ടെന്ന്. അതല്ലോ താഴെ വരെ ആൾക്കാരുണ്ട്. എന്നാ ഇഷ്ടായി. എല്ലാം തിന്നാലത് അങ്ങനെ ടെൻഡൻസി വരുന്നുണ്ട്. പഴംപൊരി വലിയ സുഖമില്ല, മറ്റപ്പൊടിയുടെ കുത്ത്. എന്നാ അത്രേ മതി, അട്ലേക്ക് അത്രേ മതി.
വേണമെങ്കിൽ ഇത്തിരി പഴംപൊരി എനിക്ക് തരാം. അല്ലേ? ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല മക്കളെ, ഒരു രക്ഷയില്ല. നല്ല ജ്യൂസ് ആയിട്ടുള്ള തീർന്നു. നമ്മൾ താഴെ ഇരുന്ന് 2 ചായയൊക്കെ കുടിച്ചതിനപ്പോ നമുക്ക് പൂതിയൊന്ന് മുകളിലേക്ക് പോരാന്ന്. പിന്നെ ഫസ്റ്റിനവിടെ മുകളിൽ വന്നേക്കും. ഫസ്റ്റ് എനിക്ക് ജാതിക്ക പറിച്ചു തരാമെന്ന് പറഞ്ഞു. ഫസ്റ്റിനാണ് ഒരേ ഒരു ജാതിയാണ്. അപ്പുറത്ത് കിളികൾ കിടന്ന് എന്തിനോ കരയുന്നുണ്ട് കേട്ടോ. ഭയങ്കര കരച്ചില് കണ്ടോ. എല്ലാവരും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്നുണ്ട്. ഫസ്റ്റിനാണ് ജാതിമ്മ കയറി. അപ്പൊ ഞങ്ങള് ഞാൻ വരുമ്പോ മാത്രം ആ മയിലിന് എന്താ പറ്റണേന്ന് എനിക്കറിയണം. ജാതിക്ക കാണിച്ചരാം. പറിക്കട്ടെ വേണ്ടേ? ഇവിടെ വെച്ചാൽ കടിച്ചു തിന്നാലോ. ഒരു ടേസ്റ്റ് അറിയാൻ മാത്രം പിടിച്ച്. നിനക്ക് കുരു മാത്രം പോരെ? ജാതിക്കയുടെ കുരു മാത്രം പോരെ? ഞാൻ കടിച്ചെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ ചുരിദാറ് കറ വീണ വീട്ടിൽ കേട്ടില്ല. വേണമെങ്കിൽ ഉപ്പിട്ടത് കടിച്ചിനടി പിശാച്. പൊട്ടണില്ല. എന്താ ഒരു സൗണ്ടൊക്കെ. ഇത് കിട്ടണില്ല കടിച്ചിട്ട്. നീ മറന്നുപോയി. എന്റെ വെപ്പല്ലേ പൊറണം. എന്റെ വായിന്ന് വെള്ളം സത്യമായിട്ടും. ഇച്ചിരി ഉപ്പുമുളക് കൊടുത്തുണ്ടാടി. ഇതിന് പക്ഷെ കറിയൊന്നുമില്ല കേട്ടോ. ബാക്കിൽ ഇരുന്ന് ഒരാള് വായില് വെള്ളം ഇടണം. ഞാൻ കാണിച്ചുതരാം. മുഹമ്മദ് വേണമെങ്കിൽ ഒരു കടി അടിച്ചോ. എങ്ങനെയുണ്ട്? ഇതൊന്നുമില്ല, ചവർപ്പില്ല, നല്ല മധുരം. ചവർപ്പില്ലാത്ത പറഞ്ഞിട്ട് ചവർപ്പില്ലാന്ന് പറഞ്ഞിട്ടത് അതിന് നീരിങ്ങനെ തൊണ്ടയിലേക്ക് ഇറങ്ങുമ്പോ ഒരു ഇതില്ലേ, ഒരു വീര്യോ. ഇച്ചിരി ഉപ്പുമുളക് കൊടുത്തോണ്ടടി. അങ്ങനെ നമുക്കൊരു പണി കൊടുത്ത്. നമ്മൾ മോളിൽ കയറിയത് എന്തിനാന്ന് വെച്ചാൽ ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്ടോ മെയിനായിട്ട് എടുത്തേ. അത് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇന്ന് 7 മണിയാകുമ്പോൾ അപ്ലോഡ് ആവട്ടോ. ഇപ്പൊ തന്നെ പോകും. എന്നാലും പറയാലോ ഇന്നെ വീഡിയോ ഇടുന്നു. എവിടെ അതെ എന്താ നോക്കി മരത്തുമ്മ മരം പ്രാവരുന്നിട്ടെന്നാ ഇവൾക്കൊക്കെ താഴെ ഉള്ളത് എന്നെ പൊട്ടിച്ച് നിന്നൂടെ എന്നൊക്കെ. പിടിക്കട്ടെ കഴിക്കട്ടെ. കടിച്ചു. എന്റെ പൊന്നു സൂപ്പർ. ഇതേപോലെ മരത്തുമ്മയിട്ട് ജാതിക്കുന്ന എന്താ പറിച്ചു. സൂപ്പർ. മരം സമ്മതിക്കുന്നില്ല. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? നല്ലോണം മുളക് അടിച്ച് കയറണ്ട് കായിലേക്ക്. സൂപ്പർ സാധനം. എൻ്റെ പകുതിയായി. എന്തോരം ഉണ്ട്? ഇത്ര ഉള്ളൂ.
ഫസ്റ്റ് ഞങ്ങൾക്ക് കുരു കിട്ടൂല ഇത്ര ഇട്ടില്ലെങ്കിൽ. ഇവിടെ വന്നിട്ട് തീറ്റണ്ടല്ലോ. ചീനച്ചട്ടി അതിൽ ചീനച്ചട്ടി നിന്റെ സാമ്പാറിന്റെ ചട്ടി എന്ത് ചെയ്യും? അതില് മതി. അതാവുമ്പോ കറക്റ്റ് എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. ലേറ്റ് ഇല്ലല്ലോ. എന്നാലും എന്റെ ചിമ്മിനി ഒന്ന് പറ്റിച്ച് ഞാൻ വലിയ കാര്യത്തിൽ ഇതിന്റെ ചിമ്മിനി എന്നൊന്നും പറഞ്ഞോണ്ടോന്നേക്കണേ. അവിടെ ഒരു എക്സോസ്റ്റ് വേറെ മാത്രമേ ഉണ്ടായുള്ളൂ. ചീത്തയല്ല ഞാൻ മഞ്ഞ വേസ്റ്റ് കളയാൻ കൊടുത്ത് ഉണ്ടാകും. ഇത് പോയാ തുമ്മല വലുതുണ്ടായേ. ഏതാണ്ട് കടിച്ച് തിന്നണം. പേരക്കൊക്കെ തീർന്നോ? 4 4 കുറച്ചുകൂടി നോക്കി. നോർമലി തിളക്കപ്പോ നൂഡിൽസ് ഉണ്ടാക്കണോട്ട് ഉണ്ടാക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് ആണ് ആയിട്ട് ഉണ്ടാക്കണം. സോസ് ഉണ്ടോ? സോസ് ഉണ്ടായത് തീർത്ത് ഭംഗി അപ്പല് കണ്ട് അതപ്പ തന്നെ തീർത്ത്. സോസ് അപ്പ തന്നെ തീരും. ഞാൻ മാറ്റി വെക്കും. പക്ഷെ ഈ തവണ മാറ്റി വെച്ചിട്ട് അവനെ അതും കണ്ടുപിടിച്ച് പിന്നെ മനസ്സില്ല. കൊറച്ചുണ്ടാക്കിയാ നിന്ന വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പേണോ? അതൊക്കെ തീർന്നാ കഴിക്കാനാ? നിങ്ങളല്ലായിരുന്നു. എനിക്ക് വലിയ ടേസ്റ്റ് ഉണ്ടായില്ല. വലിയ കാര്യമായിട്ടൊന്നും നോക്കിയില്ല. എവിടെ വാങ്ങിച്ചതാ? ഓഫ നീ പുതിയ കത്തി കൊണ്ടുവന്നില്ലേ? അവൾ എന്നിട്ട് ആ കത്തിയും വെച്ചുകൊണ്ട് ഈ കപ്പ മുറിച്ചേനാ. അവള് മുറിക്കണുള്ളൂങ്കിൽ എനിക്കാണ് ആദ്യം. നിങ്ങി കൊടുത്തിട്ടില്ല അവൾക്ക്. ഈ കത്തിയും വെച്ച് ചെയ്യണായിരുന്നോണ്ട് ഞാൻ ആ കത്തി വാങ്ങിച്ചു കൊടുത്തത്. എന്താ 4-5 വട്ടം വെട്ടിയിട്ട് അത് മുറിഞ്ഞിട്ടുണ്ടായില്ല. ഓ ഇവളെ വെട്ടേണ്ടിട്ട് എനിക്ക് പേടിയാ. സോറി ഗൈസ്, അത് കത്തിയുടെ പ്രശ്നമല്ല, അവളുടെ വെട്ടിന്റെ പ്രശ്നവും. ഞാൻ വെട്ടിത്തരാം. ഞാൻ വെട്ടിത്തരാം. ഇത് വെട്ടണ ആൾക്കല്ല, വെട്ടാൻ ഫോട്ടോ എടുക്കണ ആൾക്കാണ് എൻജോയ് തന്നെ. എന്ത് പറയുന്നു പക്ഷെ? എന്ത് പറയുന്നു? ഈ കത്തി വെച്ച് മുറിക്കാനെങ്കിൽ പേടിയാ. ഇവള് മുറിക്കുന്നത് കണ്ട് നിങ്ങൾക്കും നെഞ്ച് എടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികം എനിക്ക് എടുക്കുന്നുണ്ട്. ഞാൻ കത്തി എടുത്ത ഇങ്ങനെയാണ്, എനിക്ക് പേടിയാ. ഞാൻ മുറിച്ചരാം. ബാക്കി ഭക്ഷണമൊക്കെ പുതിയ സ്റ്റൈല്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് നൂഡിൽസ് ഉണ്ടാക്കും. ഇടയിലേക്ക് വേണ്ട വേണ്ട. അയ്യോ ഇതിപ്പോ എല്ലാം കൊട്ടിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും വീഴാത്തുണ്ടാ? ഇതൊന്ന് അലന്ന് വരുമ്പോഴേക്ക് ഇട്ടോ എല്ലാം കൂടി നമുക്ക്
അല്ലെങ്കിൽ വേവും ആ ഒരു ടേസ്റ്റ് ഫ്ലേവർ കിട്ടൂല. നിങ്ങളെന്താ ഉദ്ദേശിക്കണേ? കുറച്ച് നേരം എത്ര എണ്ണം ഉണ്ട് ഇവിടെ? ഇങ്ങനെ 20. എനിക്കൊരു കത്രിക വാങ്ങിച്ചൂടേടി. സോറി ഗൈസ്, എനിക്കിത് കണ്ടിട്ട് എനിക്ക് നെഞ്ചെടുക്കുന്നു. വാങ്ങിക്കാനില്ല, ഒക്കെ 2 ദിവസത്തേക്ക് ഉള്ളൂ, പിന്നെ അത് കാണൂല. നെഞ്ച് അത് നോക്കണില്ല. എന്തോരം വരി വേണ്ടി വരും? നിന്റെ പിള്ളക്ക് പറ്റോ? എന്റെ പിള്ളക്ക് പറ്റും. നിങ്ങൾക്ക് എങ്ങനെയാ? നിന്റെ കൊച്ചിന് പറ്റുമെങ്കിൽ പിന്നെ നിന്റെ മക്കൾക്ക് പറ്റാതിരിക്കും. ഈ ഒരു കാര്യത്തിൽ എന്റെ മോനിക്ക് എന്തും പറ്റും. നൂഡിൽസാ അങ്ങനെയുള്ള സാധനങ്ങൾക്ക്. എന്റെ പൊന്നു സാറേ, എന്റെ പെണ്ണെന്നെ തേച്ച് അട്ടു. അത് 7 മണിയാവുമ്പോ വരുള്ളൂ. അത് ഡൗൺലോഡ് ആക്കണ എങ്ങനെയാണോ? ഏതാടി? ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടില്ലേ? എന്താ കഥ? ഓ മറ്റേ പൈസയുടെ മണിയുടെ ലക്കി. ഞാന് കുറച്ച് വാങ്ങുന്നുണ്ടായിരുന്നു. അതായത് പൈസ എനിക്ക് അതിലൊരു ഇത് കേക്ക് പീസിന്റെ ഇത് കണ്ടപ്പോ നമുക്ക് പിന്നെ അതായിട്ട് കണക്റ്റായി. ഇപ്പൊ ആ പാട്ട് മാത്രം ഉണ്ടാവാൻ അല്ല, ഞാൻ ഇന്ന് എക്സാമിന് പോയിന്ന് പറഞ്ഞില്ലേ? 10ാം ക്ലാസ്സിലെ പിള്ളേരുടെ ടേബിൾ മേനെയായിരുന്നു. എന്തൊക്കെ തരത്തിലുള്ള തെറികളെ വിളിച്ച് എഴുതി വെച്ചേക്കണേ. നമ്മുടെ പണ്ടത്തെ ഡെസ്കിൽ എന്താ സംഭവം പറയാ? കൂട്ടുകാരന്മാരുടെ പേര്, നമ്മുടെ പേരുകളുടെ ഫസ്റ്റത്തെ ലെറ്റേഴ്സ് എല്ലാ ഗ്യാങ് ഉണ്ടെങ്കിൽ ആ ലെറ്റേഴ്സ് എല്ലാം കൂട്ടി വെക്കാം. പൂ വരിക്ക, പിന്നെ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളു. പക്ഷെ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇല്ല, ജസ്റ്റ് ടേബിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയുള്ളൂ. എന്റെ പൊന്നു, അതിൽ കാണാത്ത വേർഡ്സ് ഒന്നും ഇല്ല. എല്ലാം ഇംഗ്ലീഷ് അറിയുന്നുണ്ട്. ഞാൻ വിളിച്ചിട്ട് എടുക്കണില്ല. എന്താ പറയുന്ന നോക്കാം. വലൈക്കും സലാം. ഞാനങ്ങ് വളയില് ഞാന് 3 മണി 5 മണി 7 മണി. ഞാൻ അങ്ങനെ വലിയ കാര്യമൊക്കെ വേണം. ഉമ്മാനെ കാണാൻ എനിക്ക് തോന്നും വരും. മടെ മോളെ കാണാൻ ഞാൻ തോന്നും വരും. മട
മോളെ കാണാനും ഞാൻ തോന്നുന്ന സമയത്ത് വരുന്നു. കുക്കിങ്ങിലാണ് കുക്കിങ്. നൂഡിൽസ് ഇതാണ് നമ്മുടെ കൊറിയൻ സോസ്. ഉള്ളങ്ങൾ അവിടെ ഉണ്ട്. എവിടെ മദറേ? ഹലോ, എന്തായി? ഉണ്ടാക്കട്ടെ. ഹലോ, എന്താണമ്മ ഫോണ് വെച്ചിട്ട് എവിടെ വർത്താനം പറയാൻ പോണേ? പ്ലേറ്റ് എടുത്തോ? പ്ലേറ്റ് വിളമറായി നൂഡിൽസായി. ഒരു പാത്രത്തിൽ ഞാൻ തരാം. തുണി ഇന്ന് പോയിട്ടില്ല. ഇന്ന് എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു കോങ്ങാർപ്പള്ളിയില്. അല്ല, അതിന് വേണ്ടി പോയത്. കോങ്ങാർപ്പള്ളി എന്റെ വീടല്ലേ? ഒന്ന് കാണിച്ചേ, ഒരു ഹായ് പറഞ്ഞേ. മുഖം കാണല. ചളി അടിക്കണ. ആ, എന്താ ഡിമാൻഡ്? മദറേ, ഒരു നൂഡിൽസ് തരട്ടെ? കൊറിയൻ നൂഡിൽസാ, കൊറിയൻ. പൊള്ളൂട്ടാ, ചൂടാണ്. വാ. ഇനി നീ കഴിച്ചോക്ക്. ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യണേ. മാക്ക് വേണ്ടല്ല. തിന്നാ മിക്സ് ചെയ്ത് കഴിക്കടി. എനിക്ക് ഒരുപാട് മുഖമൊന്നും പറ്റില്ല. തരമാറിക്ക് അവിടെയാ? ഒരു വേറെ ടേസ്റ്റ് ഇല്ലേ? കൊള്ളാല്ലേ? ഇഷ്ടായ? വേറെ ഫ്ലേവർ ഇല്ലേ? കൊറിയയിലെ ഇതില്ലേ? കൊറിയൊക്കെ ഞാൻ പോയിട്ടില്ല. ആ, നീ ഇപ്പൊ കൊറിയയില്ലേ? നമ്മുടെ കൊറിയയില്ലേ? ടേസ്റ്റ് ഉണ്ട്. സോസ് ഫീൽ ചെയ്യല്ലേ? അപ്പൊ ഗൈസ്, ഫസ്റ്റിന് എനിക്ക് സാങ്ഷൻ വന്നു. ഫസ്റ്റിന് സാങ്ഷൻ വന്നു. ഉമ്മാക്ക് ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി തരാം കേട്ടോ കൊറിയൻ നൂഡിൽസ്. ഉമ്മ എന്താ പറയാത്തെ? പോയി. അപ്പൊ ഫസ്റ്റിന് സാങ്ഷൻ വന്നിട്ടുണ്ട്. വേറൊരു ഫ്ലേവർ ഉണ്ടെന്ന്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളും പറയണോട്ടെ. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഒരു തവണയായിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. പിന്നെ ഞാൻ ആ സാധനം കഴിക്കുമ്പോൾ ഒരു ഫ്ലേവർ കൂടുതലാണ്. നിങ്ങൾ കഴിച്ചു നോക്കട്ടാ. ഫസ്റ്റ് എല്ലാവർക്കും വിളമ്പും. ഇതിൻ്റെ റെസിപ്പി ഞാൻ പറയാൻ പറ്റും. നമ്മൾ നൂഡിൽസ് നോർമലി ഉണ്ടാക്കണോട്ട് ഉണ്ടാക്കാം. എന്നിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ആ സോസ് കൊണ്ടുവന്ന് നമ്മുടെ യിപ്പി നൂഡിൽസ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അതിൽ ഒഴിച്ചതിന് ശേഷം നിങ്ങൾ കഴിച്ച് നോക്കാം കേട്ടോ. കഴിച്ച് നോക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും വീണ്ടും ട്രൈ ചെയ്ത് നോക്കും. അതെനിക്ക് ഉറപ്പാണ്.
തന്നെ ഉണ്ടാവാ. ഞാനൊരു നൂഡിൽസ് അവിടെ വരുമ്പോ തരാട്ടാ, നാളെ കൊണ്ടുവന്നരാം. പോണില്ല, നമുക്ക് നൂഡിൽസ് പറയാറ്റില്ല. മോളാക്ക് പാത്രത്തിന്റെ മൂടിയാണ്. അപ്പൊ ഇതേന്ന് പോയാ പോയി കട്ടേ. ഉമ്മച്ചി തുറച്ചിട്ട് വരാപ്പത്തേക്കും ബസ്സിലെ കപ്പ റെഡി ആക്കി വെക്കുന്നു. വേവിച്ചാ മതി, ഉപ്പിട്ട്. നീ എനിക്ക് വാരി തന്നെ തന്നാ എന്താ ഉപ്പിട്ട് പുഴുങ്ങി വെച്ചാൽ മതി. എന്നിട്ട് മീൻകറി കൂട്ടി തട്ടാം. ഞാൻ കുളിച്ചിട്ട് വരാം. അടി പിടിച്ചല്ലേ ചെറുതായി. എന്താ എന്താ വെള്ളം തീരെ വെച്ചില്ല. കപ്പ സെറ്റാക്കിയിട്ടുണ്ട്. കപ്പ മീൻകറി കിട്ടണില്ലല്ലോ. ഓ സൂപ്പർ, കാലൊക്കെ ഉണ്ട്. ഇച്ചിരി മീൻകറി ഇനി വന്നിരിക്കുന്നാട്ടാ. ഇനിയിപ്പോ ഈ മീൻകറിയും കൂട്ടി ഇച്ചിരി കപ്പ തിന്നിട്ട് എനിക്ക് അപ്പം തന്നെ ഇറങ്ങണം. മീൻകറി എടുക്കുന്നുണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്. ഒഴിച്ചോ. ചൂടാണ് ആക്രാന്തം. ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥ. പിടിച്ച ഞാൻ തിന്നട്ടെ, അവള് പിടിക്കണില്ല. ആക്രാന്തം കൂടിയത് മനസ്സിലാവണ്ടോ? തലേന്ന് തോർത്ത് പറ്റാത്ത മീൻകറി മുഴുവൻ പൊത്ത് വേണ്ട. പറ്റുള്ള അവസ്ഥ ഒരു വികാരം ഇല്ലാണ്ടിരിക്കണേ. നല്ല കപ്പാണ്. അതിലെന്തോ ഒരു പന്തികേട് പോലെ. അപ്പൊ നന്നായില്ല മറ്റേ സാധനം മാറ്റുന്ന പാനിപൂരി അതുണ്ടായില്ല, തീർന്നു. അത് ഉമ്മ ഉള്ളപ്പാണ്. ഉമ്മ ഒന്നുണ്ടാവില്ല. ഒരെണ്ണം പോരാത്, 2 പാക്കറ്റ് വേണം.
സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ ബൈ.